നായർ. ശ്രീ രാജു പി നായർ, അതായത് ഈ രാജ്യത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുത്ത ഒരൊറ്റ മണ്ഡലം, ആ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിന്റെ കണക്കുകൾ പറയുമ്പോൾ, നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പോലും അതിൽ തെറ്റുപറ്റി എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് BJP അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റു പറ്റാൻ പാടുണ്ടോ എന്നത് ഒരു ചോദ്യം. രണ്ടാമത്തേത്, രാഹുൽ ഗാന്ധി തുടർച്ചയായി അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് ഇനി പ്രതികരിക്കാനില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നോ? മധു, ഒരു കാര്യം അങ്ങ് ആദ്യം പറഞ്ഞപ്പോൾ വസ്തുതാപരമായ ഒരു പിശകും സംഭവിച്ചു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനകത്ത് മറുപടി കൊടുത്തു എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയും ഈ കഴിഞ്ഞ ദിവസം 7-ാം തീയതിത്തെ പ്രസ് കോൺഫറൻസിന് ശേഷം കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 7-ാം തീയതി നടന്ന പ്രസ് കോൺഫറൻസിൽ ഈ പറയുന്ന ബാംഗ്ലൂർ സെൻട്രലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മഹാദേവപുരയെ സംബന്ധിച്ച് ഡിജിറ്റലൈസ് ചെയ്ത് നൽകിയ തെളിവുകൾ, ആ തെളിവുകൾ തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉയർത്തിയ 1-2 മുറികളിൽ ചെന്ന് അവിടെ 80 പേര് താമസിക്കുന്നു എന്ന് പറഞ്ഞുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണ് എന്ന് അവിടെ അവർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ തെളിവുകൾ ഇതുവരെ BJP പോലും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതവിടെ നിൽക്കട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്താണ് ബാംഗ്ലൂർ സെൻട്രൽ നടന്നത്? ബാംഗ്ലൂർ സെൻട്രലിലെ 7 മണ്ഡലങ്ങളും കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ കോൺഗ്രസ് 82,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ്. 82,000 വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസ് 7 മണ്ഡലങ്ങൾ. നമുക്കറിയാലോ, നമ്മൾ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങും, ഇല്ലേ? അങ്ങനെ 82,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ മഹാദേവ്പുര എന്ന് പറയുന്ന ഒറ്റ മണ്ഡലത്തിൽ 1,20,000-ത്തിനടുത്ത് വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്യുകയും അങ്ങനെ 82,000-ത്തിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന കോൺഗ്രസിനെ 32,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നമ്മളത് അന്വേഷിച്ചത്. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ 1,04,250 വോട്ടുകൾ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ പേര് XDF-ഉം YGF-ഉം എന്ന് പറയുന്ന ക്യാപ്ചയിൽ കാണുന്ന പോലെയുള്ള അക്ഷരങ്ങൾ, നമ്പർ ഇല്ലാത്ത വീട് 0 എന്ന് പറഞ്ഞു കൊടുക്കുന്ന വീട് മുറികൾ, ഫോട്ടോകൾ ഇല്ലാത്തവർ, ഇരട്ടി വോട്ടിപ്പ് മുതൽ പറഞ്ഞ രേഖകൾ ഒന്നും ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചില്ല എന്ന് മാധു പറയരുത്. കാരണം 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആ പ്രസന്റേഷൻ ഉൾപ്പെടെ നടക്കുന്ന ആ പത്രസമ്മേളനം നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ രാഹുൽ ഗാന്ധി അഫിഡവിറ്റ് കൊടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ഇല്ലേ, ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വസ്തുതാപരമായി നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിച്ച് അതിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്ന് പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ? രാജ്യത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, തങ്ങളുടെ നിഷ്പക്ഷതയിൽ സംശയമില്ലെങ്കിൽ, തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ, അല്ല ഇത് ഒരു എററായിട്ട് കടന്നു വന്നതാണെങ്കിൽ, അതിൽ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കും. ഇതല്ലേ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായിട്ട് പറയേണ്ടത്? പകരം അതല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ പ്രതിരോധത്തിലാണ്. ഇനി നോക്കൂ, ഒരു കള്ളവോട്ടുണ്ടായതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പരാതി കൊടുക്കുന്നതിൽ അർത്ഥമുണ്ട്. ഇത് ആരുടെ രേഖയാണ്? ആരോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖ വയ്ക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത രേഖയിലാണ് ഈ പറയുന്ന ക്രമക്കേടുകൾ കാണുന്നത്. എന്ന് വെച്ചാൽ ആ രേഖയിൽ ഒരു പേര് വരണമെങ്കിൽ എങ്ങനെയാ മാധു തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി മാധു ഒരു അപേക്ഷ കൊടുത്താൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ് പോർട്ടലിലേക്ക് അത് ചെല്ലുകയും ഓരോ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസറായ ബൂത്ത് ലെവൽ ഓഫീസറുണ്ട്. ആ ബൂത്ത് ലെവൽ ഓഫീസർ വന്നിട്ട് വീട്ടിൽ ചെന്ന് ഈ പറയുന്ന അഡ്രസ്സിൽ ചെന്ന് നേരിട്ട് ആളെ കണ്ട് അവരുടെ ഒറിജിനൽ രേഖകൾ പരിശോധിച്ച് ഇത് യഥാർത്ഥ വോട്ടറാണെന്ന് അപ്രൂവ് ചെയ്തിട്ടാണ് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടത്. മാതൃഭൂമി ചാനലിന്റെ ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെന്ന് ഞാനൊരു പരാതി പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, അപ്പോൾ തന്നെ മാതൃഭൂമി എന്താ ചെയ്യുക? നിങ്ങളുടെ സ്റ്റാഫ് ക്രമക്കേട് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കുകയല്ലേ ആദ്യം ചെയ്യേണ്ടത്, അല്ലാണ്ട് എന്നോടുള്ള പരാതി ചോദിക്കലല്ലോ പ്രശ്നം. അതിനു മുൻപ് ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം.
അപ്പൊ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാത്തതിന്റെ കാര്യം ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ശരി, ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന വ്യഗ്രതയടക്കം സത്യവാങ്മൂലം സമർപ്പിക്കുന്ന വ്യഗ്രതയടക്കം അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഞാൻ അങ്ങയുടെ ആ വാദം എടുക്കുന്നു ശ്രീ രാജു പി നായർ. നമുക്ക് മറ്റ് ഉപചോദ്യങ്ങളിലേക്കൊക്കെ അടുത്ത ഘട്ടത്തിൽ അടുത്ത ഊഴത്തിലേക്ക് എല്ലാവരിലേക്കും വരാം. പക്ഷേ അങ്ങ് 2 സെന്റൻസിൽ ഒരു മറുപടി പറയണം. ഈ ഉദാഹരണമായി പറഞ്ഞ മഹാദേവ്പുര അവിടെ പിഴച്ചോ? കാരണം അവിടെ 7 ഇടങ്ങളിലും എന്ന പരാമർശം രാഹുൽ ഗാന്ധി നടത്തുന്നത് ചർച്ചകൾക്ക് കൃത്യമായ ഗവേഷണത്തിനും ശേഷമാണ് എങ്കിൽ അങ്ങനെ പറയുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ലല്ല, അവിടെ ഒരു പിഴവ് സംഭവിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് 8 നിയോജക മണ്ഡലങ്ങൾ 7 നിയോജക മണ്ഡലങ്ങൾ കഴിയുമ്പോൾ 82,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നിൽക്കുകയാണ്. മഹാദേവ്പുര എന്ന് പറയുന്ന ഒറ്റ നിയോജക മണ്ഡലത്തിൽ അത് തിരിയുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരി, ശ്രീ ശങ്കുടിദാസ് അതാണ്. അതായത് 7 ഇടങ്ങളിൽ ലീഡ് ചെയ്തു എന്നല്ല, 7 ഇടങ്ങളിലെയും കഴിയുമ്പോൾ 82,000 വോട്ടിന് ലീഡ് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അക്കാര്യത്തിലെ പ്രതിരോധം. ഞാൻ